യൂണിക്കോണും മിഠായി പൊതിയും. ഇഷിത ഡെസ്കിൽ ഉച്ചത്തിലടിച്ചുകൊണ്ട് പറഞ്ഞു, സൈലൻസ് പ്ലീസ്. ഈ ആഴ്ച ക്ലാസ് ലീഡർ ആയതിനാൽ താൻ പറയുന്നത് എല്ലാവരും കേൾക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമീന ഇത്തരമൊരു ആവശ്യവുമായി സമീപിച്ചപ്പോൾ ഒരാഴ്ച സമയം ചോദിച്ചത്. അക്ഷരമാല ക്രമത്തിൽ തൻ്റെ ഊഴം വരുമെന്നും അതായിരിക്കും ഏറ്റവും നല്ല അവസരമെന്ന് ഉറപ്പിച്ചതും. ടി വിയിൽ കാണുന്നത് പോലെ ഇന്ന് നമ്മളെല്ലാവരും അമീനയുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ പോവുകയാണ്. അവളുടെ അറിയിപ്പ് കേട്ട് എല്ലാ വിദ്യാർത്ഥികളും അമ്പരപ്പോടെ പരസ്പരം നോക്കി. ഇഷിത നെറ്റിയിലേക്ക് വീണ മുടിയിഴകൾ മാടിയൊതുക്കി ഷാനി പ്രഭാകരൻ്റെയും സുജയ പാർവതിയുടെയും രീതിയിൽ തുടർന്നു. അപ്പോൾ കൂട്ടുകാരി, അമീനയ്ക്ക് സൂസൻ സമ്മാനമായി നൽകിയ യൂണിക്കോൺ കീച്ചെയിൻ കഴിഞ്ഞയാഴ്ച തിരിച്ചു ചോദിച്ചു. ഉച്ചഭക്ഷണത്തിന് കൊണ്ടുവന്ന കോഴിമുട്ട പങ്കുവയ്ക്കാഞ്ഞതായിരുന്നു കാരണം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ വിവേക്, അരുണിമ, നൗഫൽ, ഗൗരി. അച്ഛൻ ന്യൂസ് കാണാനാണെന്ന് പറഞ്ഞ് ടി വി വെച്ചാൽ പിന്നെ എന്നും കാണാറ് ഇങ്ങനെയുള്ള ചർച്ചകളാണ്. എന്താണ് ചർച്ചയെന്ന് ചോദിച്ചപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഓരോരുത്തർക്കുമുള്ള അഭിപ്രായം പറയുന്നതാണ് ചർച്ച എന്ന് അച്ഛൻ പറഞ്ഞു തന്നു. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിക്ക് ഇപ്പോൾ മനസ്സിലായത് തന്നെ. സോഫയിലിരുന്ന് തുണി മടക്കിക്കൊണ്ട് അവളുടെ അമ്മ പറഞ്ഞു. ചായക്കടയിൽ പണ്ട് നടന്നിരുന്ന പരദൂഷണ കമ്മിറ്റിക്ക് പകരമുള്ള അന്തിച്ചർച്ച എന്ന് ഇഷിതയുടെ അച്ഛമ്മ കൂട്ടിച്ചേർത്തു. അന്നേ തീരുമാനിച്ചതാണ് താൻ ക്ലാസ് ലീഡർ ആവുമ്പോൾ ഇത്തരമൊരു ചർച്ച നടത്തണമെന്ന്. പല കാര്യങ്ങളും മനസ്സിലേക്ക് ഓർമ്മ വന്നെങ്കിലും ഉത്തരവാദിത്തമുള്ള മോഡറേറ്ററെ പോലെ അവൾ വിവേകിനെ ചർച്ചയിലേക്ക് ക്ഷണിച്ചു. സൂസൻ ചെയ്തത് വലിയ തെറ്റാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും കൊടുത്ത സമ്മാനം തിരിച്ചു വാങ്ങുന്നത് ഒട്ടും ശരിയല്ല. വിവേകിന് മുഴുമിക്കാൻ അവസരം കൊടുക്കാതെ ഗൗരി അതിനെ എതിർത്തു. ഉമ്മച്ചി അവൾക്കായി കൊടുത്തുവിട്ട കോഴിമുട്ട അവൾ എങ്ങനെ പങ്കുവയ്ക്കും? ഒരു മുട്ട മുഴുവനായി തന്നെ കഴിക്കണമെന്ന് എൻ്റെ മമ്മിയും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിലും കൊടുക്കില്ലായിരുന്നു. വിവേകും ഗൗരിയും പൂർണ്ണ ഗൗരവത്തോടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കണ്ടപ്പോൾ ഇഷിതയ്ക്കൊരു കാര്യം മനസ്സിലായി. തന്നെപ്പോലെ തന്നെ സന്ധ്യയ്ക്ക് ശേഷം ക്ലാസ്സിൽ ആർക്കും കാർട്ടൂൺ ടൈം കിട്ടാറില്ലെന്നും എല്ലാവരുടെ ടി വിയിൽ നിന്നും ഉയരുന്നത് ഇത്തരം ചർച്ചകൾ മാത്രമാണെന്നും. മോഡറേറ്ററായ തന്നെ ഒന്ന് ഗൗനിക്കുക പോലും ചെയ്യാതെ നൗഫൽ അപ്പോഴേക്കും പറയാൻ തുടങ്ങി. ഈ ഗൗരി അല്ലേലും അങ്ങനെയാണ്. ഒരു ഡയറി മിൽക്കിൻ്റെ കഷ്ണം പോലും അവൾ ആർക്കും കൊടുക്കില്ല. എന്നിട്ടും എൻ്റെ വാപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന മുട്ടായി ഞാൻ അവൾക്ക് കൊടുത്തു. കോഴിമുട്ടയുടെ പകുതിയെങ്കിലും സൂസിന് കൊടുക്കണമായിരുന്നു. അതുവരെ എല്ലാം മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്ന അരുണിമ നൗഫലിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ദേ നൗഫലെ, എന്ത് പറയുമ്പോഴും നീ എന്തിനാ ഗൗരിയെ കുറ്റപ്പെടുത്തുന്നത്? യൂണിക്കോൺ കീച്ചെയിൻ തിരിച്ചു വാങ്ങിച്ചിട്ടല്ല കോഴിമുട്ട കിട്ടാത്ത ദേഷ്യം തീർക്കേണ്ടത്. ടി വിയിൽ കാണുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് അവരോരോരുത്തരെയും തടസ്സപ്പെടുത്താൻ ഇഷിത പരമാവധി ശ്രമിച്ചു. ടി വി സ്ക്രീനിൽ എല്ലാവരും ഓരോ കോളത്തിനകത്തായതുകൊണ്ടാവും അതെല്ലാം എളുപ്പത്തിൽ സാധിച്ചത്. ഇവിടെ ബഹളം കൂടുകയല്ലാതെ കുറയുന്ന ലക്ഷണമില്ല. ബിന്ദു ടീച്ചർ ഇപ്പോൾ വരുമെന്നും അടി കിട്ടുമെന്നും ഏകദേശം ഉറപ്പായി. ഇത്തരം ഒരു ആശയം അവതരിപ്പിച്ച് തനിക്ക് തന്നെയാവും ആദ്യത്തെ അടി. പ്രതീക്ഷിച്ചതുപോലെ ഒച്ചയുണ്ടാക്കാതെ ബിന്ദു ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. എന്താണ് പ്രശ്നം? മോഡറേറ്റർ സ്ഥാനത്ത് നിന്നും ക്ലാസ് ലീഡർ സ്ഥാനത്തേക്ക് വന്ന് ഇഷിത പ്രശ്നം വിവരിച്ചു. ശരി, എന്നിട്ട് ഈ ചർച്ചയിൽ അമീനയും സൂസനും പങ്കെടുക്കാഞ്ഞതെന്തേ? ബിന്ദു ടീച്ചറിൻ്റെ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് ഇഷിത മറുപടി പറഞ്ഞു. അല്ലെങ്കിലും പ്രശ്നത്തിൽ ഇല്ലാത്തവരാണ് ടി വിയിലും ചർച്ചയ്ക്കിരിക്കാറ്. അവരുടെ അഭിപ്രായങ്ങളാണ് വീട്ടിലെല്ലാവരും കേൾക്കാറ്. ഇഷിതയുടെ കവളിൽ തലോടിക്കൊണ്ട് ബിന്ദു ടീച്ചർ പറഞ്ഞു. നിങ്ങളിവിടെ ചർച്ച ചെയ്യുമ്പോൾ ടീച്ചർ ഈ വരാന്തയിലൂടെ പോവുകയായിരുന്നു. ചൂടൻ ചർച്ചയായതുകൊണ്ട് അമീനയെയും സൂസനെയും ടീച്ചർ വിളിച്ചതും ഒരു കെട്ടിപ്പിടിക്കലിൽ അവരുടെ പ്രശ്നം ഇല്ലാതായതും ഒന്നും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ബിന്ദു ടീച്ചർ കൊടുത്ത ഡയറി മിൽക്ക് പങ്കിട്ട് കഴിക്കുന്ന സൂസനെയും അമീനയെയും ക്ലാസ് ഒന്നടങ്കം നോക്കി. ഒരു കള്ളച്ചിരിയോടെ അമീനയുടെ കൈവെള്ളയിലിരുന്ന് സൂസൻ തിരികെ കൊടുത്ത യൂണിക്കോണും ആ മധുരം നൊട്ടി നുണഞ്ഞു.